ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത് മംഗളവാർത്തയെക്കുറിച്ചാണ്. മറിയം എത്ര ഭാഗ്യമുള്ള സ്ത്രീയാണ്. അതുകൊണ്ടല്ലേ മിശിഹായുടെ അമ്മയുടെ ദാസിയാകാൻ ആഗ്രഹിച്ച മറിയത്തെ സ്വന്തം പുത്രന്റെ അമ്മയായി ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയം ആദ്യമേ ഭയപ്പെടുന്നുണ്ട്. പിന്നീട് അത് മാറി ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് മറുപടി പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ പഴിക്കാറുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കെന്തിനാണ് ഈ സഹനം തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു അവസ്ഥ തന്നത്. ഇവിടെയെല്ലാം നമുക്ക് മറിയം ഒരു മാതൃകയാണ്. സ്വന്തം ജീവിതം ദൈവത്തിനായി മാറ്റിവെച്ച് ദൈവപുത്രന്റെ അമ്മയായവൾ. ആ ജീവിതം എന്നും നമുക്കൊരു മാതൃകയാണ്. ഒരുപക്ഷെ സഹനങ്ങളിലൂടെ ആയിരിക്കാം ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ഈ നോമ്പ് കാലത്തിൽ ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.